Cricket is a game of moments and the legends rise when it matters most. അതായത് ക്രിക്കറ്റിനെ ഗെയിം ഓഫ് മൊമെന്റ്സ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അതിൽ തന്നെ ലെജൻഡുകൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ടീമിന് ഏറ്റവും ആവശ്യമുള്ള സമ്മർദ്ദഘട്ടത്തിലായിരിക്കും. ഇന്ത്യൻ ആരാധകരുടെ മനസ്സുകളിൽ സച്ചിനും കോഹ്ലിയും ധോണിയും യുവരാജും രോഹിത്തുമെല്ലാം ഇതിഹാസങ്ങളായി നിലനിൽക്കുന്നത് ഇത്തരം സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനാകെ പുത്തൻ ഊർജ്ജം സമ്മാനിച്ച് അവരെ ജയിക്കാൻ ശേഷിയുള്ളവരുടെ സംഘമാക്കി മാറ്റാൻ അവർക്ക് കെൽപ്പുള്ളതുകൊണ്ടാണ്. ആ നിരയിലേക്ക് ഒരു പേര് കൂടി ചേർത്ത് വയ്ക്കാം. മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ. ദി ഫൈനൽ വിസിലേക്ക് സ്വാഗതം. സഞ്ജുവിന്റെ മഹത്വം എന്താണെന്നും അയാൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കൊണ്ടുവരുന്ന മാറ്റം എന്താണെന്നും തിരിച്ചറിയാൻ രണ്ട് ലോകകപ്പ് മത്സരങ്ങളുടെ സ്കോർ കാർഡ് പരിശോധിച്ചാൽ മതി. അതിൽ ആദ്യത്തേത് നെമീബിയക്കെതിരായ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരമായിരുന്നു. 22 റൺസേ ഓപ്പണറായെത്തിയ സഞ്ജുവിന് നേടാനായിട്ടുള്ളൂ. എന്നാലും 8 പന്തിൽ നിന്ന് 3 സിക്സറും ഒരു ഫോറും സഹിതം 275 സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു തകർത്തടിച്ച മത്സരത്തിൽ ഇന്ത്യ അടിച്ചുകൂട്ടിയത് 209 റൺസാണ്. തുടർന്ന് സഞ്ജുവിന് വീണ്ടും അവസരം ലഭിച്ചത് സിംബാബ്വേക്കെതിരായ മാച്ചിലാണ്. 15 പന്തിൽ നിന്ന് 24 റൺസ് മാത്രമേ അപ്പോഴും സഞ്ജുവിന് നേടാനായുള്ളൂ. എങ്കിലും 2 സിക്സറുകളും ഒരു ബൗണ്ടറിയും സഹിതം 160 മുകളിൽ പ്രഹരശേഷിയോടെ ടീമിന് നിർണായകമായ 48 റൺസ് ഓപ്പണിംഗ് കൂട്ടുകെട്ട് പടുത്തുയർത്താൻ സാംസണായി. പിന്നാലെ 256 റൺസ് എന്ന റെക്കോർഡ് സ്കോർ പടുത്തുയർത്താൻ ടീം ഇന്ത്യക്കായി. സൂപ്പർ 8-ലെ ഇന്ത്യയുടെ 2ാം മത്സരത്തിന് പിന്നാലെ ഒടുവിൽ സഞ്ജു സാംസന്റെ ഹേറ്റേഴ്സും സമ്മതിച്ചിരിക്കുകയാണ് അയാൾ ഇന്ത്യൻ ടീമിലെ ഭാഗ്യ നക്ഷത്രമാണ്. ഈ ലോകകപ്പിൽ സഞ്ജു ഓപ്പൺ ചെയ്ത ഇന്നിംഗ്സുകളിലെല്ലാം നീലപ്പട അനായാസം 200 മുകളിൽ സ്കോർ ചെയ്തു എന്നതിന്റെ ക്രെഡിറ്റ് അയാൾക്കും കൂടി അർഹതപ്പെട്ടതാണെന്ന് ഇന്ന് വിമർശകരും തലകുലുക്കി സമ്മതിക്കുന്നുണ്ട്. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിലെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ട്. വളരെ വൈകിയാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിലെ പവർ ഹിറ്റർക്ക് സോഷ്യൽ മീഡിയയിൽ ആകെ അഭിനന്ദന പ്രവാഹമാണ്. മലയാളികളെക്കാൾ കൂടുതൽ സഞ്ജു സാംസൺ ഇതര സംസ്ഥാനങ്ങളിലെ ഇന്ത്യൻ ആരാധകർക്കിടയിൽ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു. അവർക്കിടയിൽ അവൻ സഞ്ജു ബാബയും സഞ്ജു ചേട്ടനുമൊക്കെയായി മാറിക്കഴിഞ്ഞു. IPL-ലൊക്കെ നമ്മൾ കേട്ട് പരിചയിച്ചൊരു വാക്കാണ് ഇമ്പാക്ട് പ്ലെയർ എന്നത്. കളിയുടെ നിർണായക ഘട്ടങ്ങളിൽ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ട് എതിരാളികളുടെ ആക്രമണ തന്ത്രങ്ങളെ അപ്പാടെ പൊളിച്ചടുക്കി ടീമിനൊരു വിന്നിംഗ് മൊമെന്റം സമ്മാനിച്ച് പിൻവാങ്ങുന്നവരാണ് ഇക്കൂട്ടർ. യുദ്ധമുഖത്തെ ചാവറുകളുടെ പ്രവർത്തന രീതിയായിരിക്കും ഇവരുടേത്. റിസ്ക് എല്ലാം സ്വന്തം ചുമലിലേറ്റി ഒരു തീഗോളമായി അവർ എരിഞ്ഞടങ്ങും. പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പ് മത്സരങ്ങളെ കുറിച്ചാണ്. അമ്പും വില്ലും മലപ്പുറം കത്തിയും ഒക്കെ കൊണ്ടാണ് നീലപ്പട 2020 ലോകകപ്പിന് വരുന്നതായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ സൂപ്പർ 8-ലെ ആദ്യ മാച്ചിൽ തന്നെ ടീമിന്റെ ചെമ്പ് തെളിഞ്ഞു. പവനായി ശവമായി ആണെന്ന് നാട്ടാരും എതിരാളികളും വരെ തിരിച്ചറിഞ്ഞ നിമിഷം അതുവരെ സഞ്ജുവിനെ തള്ളിപ്പറഞ്ഞ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും കോച്ച് ഗൗതം ഗംഭീറിനും പിന്നീട് മറ്റു വഴികളില്ലായിരുന്നു. ടീം ലൈനപ്പിൽ അടിമുടി മാറ്റങ്ങൾക്ക് സമയമായെന്നും പരീക്ഷണ ഘട്ടത്തിനുള്ള വേദിയല്ല ലോകകപ്പ് എന്നും വൈകിയാണെങ്കിലും മാനേജ്മെന്റും തിരിച്ചറിഞ്ഞതോടെ ലോകകപ്പ് സ്ക്വാഡിലേക്ക് വിക്കറ്റ് കീപ്പറുടെ റോളിൽ തന്നെ സഞ്ജു സാംസൺ തിരിച്ചെത്തി. ചെപ്പോക്കിലെ മാച്ചിൽ സഞ്ജുവിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയെന്ന വിവരം ക്യാപ്റ്റൻ സൂര്യകുമാർ പ്രഖ്യാപിക്കുമ്പോൾ ഉയർന്ന ആരവം സഞ്ജു എന്ന താരം ടീമിൽ ഇതിലുമേറെ സ്ഥാനം അർഹിക്കുന്നുണ്ട് എന്നതിന്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടിയാകുന്നുണ്ട്. അഭിഷേകിനും തിലകിനും പകരം സഞ്ജുവിനെ എവിടെ ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ച് വിഡ്ഢിച്ചിരിച്ച ക്യാപ്റ്റനെ ദക്ഷിണാഫ്രിക്കയോടുള്ള തോൽവിക്ക് ശേഷം എയറിൽ നിന്നിറങ്ങാൻ അനുവദിക്കാതെ ട്രോളിയവർ നിരവധിയാണ്. സഞ്ജു തിരിച്ചു വരുമ്പോൾ ഇന്ത്യ വീണ്ടും ആത്മവിശ്വാസം തിരിച്ചുപിടിക്കുന്നതും റൺമല കയറുന്നതും കണ്ട് ഗംഭീറിനും സൂര്യയ്ക്കും ഇപ്പോൾ ശ്വാസം നേരെ വീണിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒട്ടും സ്ഥിരതയില്ലാത്തവനെന്നും PR വർക്കിന്റെ പേരിൽ മാത്രം സ്ഥിരമായി ഇന്ത്യൻ ടീമിൽ കയറിക്കൂടുന്നുവെന്നും പതിവായി പഴികേട്ടിരുന്ന സഞ്ജു ഇപ്പോൾ ടീമിൽ വേണമെന്ന ആവശ്യവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാണ്. ഇർഫാൻ പത്താനും ദിനേശ് കാർത്തികും സഞ്ജയ് മഞ്ജരേക്കറും ഹർഷ ബോഗ്ലെയും അടക്കമുള്ള മുൻ താരങ്ങളും കമന്റേറ്റർമാരും സഞ്ജു ഏൽപ്പിച്ച ജോലി വെടിപ്പായി ചെയ്തുവെന്ന അഭിപ്രായമാണ് പങ്കുവയ്ക്കുന്നത്. ടീമിന്റെ ടോപ്പ് ഓർഡറിൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ കൃത്യമായി പാലിക്കാനായത് ടീമിൽ പ്രകടമായ മാറ്റം വരുത്തിയെന്നും ഇവർ ഒറ്റക്കെട്ടായി അഭിപ്രായപ്പെടുന്നു. തുടക്കത്തിൽ ഓഫ് സ്പിന്നർമാരെ നേടുന്നതിൽ ഇന്ത്യൻ ബാറ്റർമാർക്കുള്ള ബലഹീനത സഞ്ജുവിന്റെ വരവോടെ അപ്രസക്തമായെന്നും ഇർഫാൻ പത്തൻ പറയുന്നുണ്ട്. സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറായി തിരിച്ചു വിളിച്ചതിലൂടെ ഈ ലോകകപ്പിലെ തുടർന്നുള്ള നിർണായക പോരാട്ടങ്ങളിൽ ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ എന്താണെന്ന് വ്യക്തമായെന്നാണ് ഹർഷ ബോഗ്ലെ സൂചിപ്പിച്ചത്. അതായത് ലോകകപ്പ് ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ പ്രയാണത്തിൽ
സഞ്ജു സാംസണ് നിർണായക റോളാണ് വഹിക്കാനുള്ളതെന്ന് വ്യക്തം. റിങ്കു സിംഗ് മടങ്ങിയെത്തിയാലും ഇനി ഫിനിഷറുടെ റോളിൽ തിലക് വർമ്മ തന്നെ തുടരാനാണ് സാധ്യത. അതോടെ അഞ്ചാമനായി നേരത്തെ ക്രീസിലെത്തി വെടിക്കെട്ട് തുടങ്ങാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൂടുതൽ സമയം ലഭിക്കുമെന്നത് ഇന്ത്യക്ക് ഗുണകരമായ മാറ്റമാണ്. സഞ്ജു ഒറ്റയ്ക്ക് തകർത്തടിച്ചു തുടങ്ങുന്നത് ഓപ്പണറായ അഭിഷേകിന്റെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടെന്നാണ് ദിനേശ് കാർത്തിക് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യ ജേതാക്കളായ 2024 ലോകകപ്പിൽ കോച്ച് രാഹുൽ ദ്രാവിഡ് പരീക്ഷിച്ച് വിജയിച്ചൊരു തന്ത്രമുണ്ട്. ഓപ്പണർമാരായ രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ചുമലിൽ 2 റോളുകളാണ് അന്ന് നിക്ഷിപ്തമായിരുന്നത്. ആദ്യ പന്ത് മുതൽ തകർത്തടിക്കുന്ന രോഹിത്തിനൊപ്പം ക്രീസിൽ നിലയുറപ്പിച്ച് കളിക്കുന്ന കോഹ്ലിയെയാണ് അന്ന് നമ്മൾ കണ്ടത്. 160 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ച് 8 മത്സരങ്ങളിൽ നിന്ന് 257 റൺസ് അടിച്ചുകൂട്ടി രോഹിത് ടൂർണമെന്റിലെ 2ാമത്തെ ഉയർന്ന റൺവേട്ടക്കാരനായി മാറിയിരുന്നു. ഈ ലോകകപ്പിൽ ഓപ്പണറായി സഞ്ജുവിനെ തുടരാൻ അനുവദിച്ചാൽ രോഹിത്തിന്റെ അന്നത്തെ റോളിലായിരിക്കും സഞ്ജു കളിക്കുക. സ്ലോവർ ബോൾ പിക്ക് ചെയ്യുന്നതിൽ സഞ്ജുവിന്റെ പോരായ്മ കൂടി ഉടൻ പരിഹരിക്കപ്പെടണം. സ്വാഭാവികമായും ഓപ്പണറായി ഒരറ്റത്ത് റിസ്ക് എടുത്ത് കളിക്കുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ദീർഘമായ ഇന്നിങ്സുകൾ കളിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പവർ പ്ലേയിൽ തന്നെ മത്സരം കൈപ്പിടിയിലൊതുക്കാൻ ടീമിനെ സഹായിക്കുകയെന്ന വലിയ ദൗത്യം നിറവേറ്റാൻ സഞ്ജുവിന് സാധിക്കും. ഗംഭീറിനും സൂര്യയ്ക്കും അയാളിൽ പൂർണ്ണ വിശ്വാസവുമുണ്ട്. 2026 ലോകകപ്പിൽ ഇനിയൊരു സ്വപ്നതുല്യമായ ഇന്നിങ്സ് കൂടിയായാൽ അത് മാത്രം മതിയാകും സഞ്ജു സാംസൺ എന്ന ക്ലാസിക് പവർ ഹിറ്ററെ ക്രിക്കറ്റ് ലോകം എക്കാലത്തും ഓർത്തിരിക്കാൻ. അടുത്ത വാരം കായിക ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി ദി ഫൈനൽ വിസിൽ കാണും വരെ നമസ്കാരം.